ഹായ് നമസ്കാരം, അഭിലാഷേട്ടായാണ്. അപ്പം ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു മിമിക്രി കലാകാരനായത്, അതായത് സ്റ്റേജിലൊരു അവസരം കിട്ടിയത് എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. ഷമീർ മുളവൂർ. നമസ്കാരം. നമസ്കാരം നമസ്കാരം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇബ്രാഹിം മുളവൂര് എന്ന് വേണ്ട ഒരുപറ്റം ചെറുപ്പക്കാർ ചേർന്നായിരുന്നു അന്ന് ട്രൂപ്പ് ഉണ്ടായിരുന്നത്. കൊച്ചിൻ രസിക സരികയിൽ വരെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മമ്മൂക്കയുടെ ശബ്ദവും അതുപോലെ വെറൈറ്റി സ്കിറ്റുകളും എല്ലാം പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരാളാണ്. എന്തായാലും സന്തോഷം. ഇപ്പോൾ യാദൃശ്യമായിട്ട് ഞങ്ങളൊന്ന് കണ്ടു. ഷമീർ ഭായ് നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെ പോകുന്നു? എന്തായാലും വലിയ വലിയ നടന്മാരെ ഒപ്പം മിമിക്രി ചെയ്തിട്ടുണ്ടല്ലേ? നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടനോടൊപ്പം കളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ. കൊച്ചി രസികയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? സരി ആ സമയത്ത് സരികാന്ന് നമ്മൾ ഷിയാസ്കാരെ കൂടെ അല്ലേ? അതൊക്കെ സത്യം പറഞ്ഞ ഒരു അനുഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അതുപോലത്തെ ഒരു ട്രൂപ്പിൽ കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണല്ലേ. ഞാനൊക്കെ ഒരുപാട് ചാൻസ് ചോദിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിൽക്കുമ്പോൾ ഒരു സൗണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് സ്റ്റേജിലേക്ക് അവസരം തന്ന ആളാണ്. എനിക്ക് ഒരുപാട് നന്ദി കടപ്പാട് ഇപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും ഷമീർ മുളവൂര് സന്തോഷം. അവിടെ മുളവൂര് ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ. നമ്മൾ നവാസ് ഉണ്ടല്ലേ? നവാസ് ഉണ്ട്. പിന്നെ വേറൊരു ഡയറക്ടർ അറിയില്ലേ ഒരു സിനിമയൊക്കെ ചെയ്തത്? ആരാണത്? മുളവൂര് ഒരു സിനിമയുടെ അതെ. അപ്പോൾ എന്തായാലും സന്തോഷം. ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നു. പിന്നെ വേറൊരു കേസ് ഞാൻ പറയുന്ന ഒരു കലാകാരന്മാർക്ക് ഇപ്പോൾ അവസരമില്ലെന്ന് പറയാൻ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നില്ല അല്ല പക്ഷേ അല്ലേ? പണ്ടത്തെ പോലെ ഒരു ക്ലബിൻ്റെ പരിപാടിയില്ല. അതുപോലെ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയും ചാനലുമാണ്. യൂട്യൂബ് ചാനല്, അതുപോലെ TV ചാനലൊക്കെയാണ്. എന്തായാലും പഴയ പോലെ പ്രോഗ്രാംസ് ആയിട്ട് വരട്ടെ അല്ലേ ഷമീർ ഭായ്? ഓക്കെ അല്ല, പഴയ പോലെ ഉത്സവ പരിപാടികളും അല്ലേ കേട്ട് വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഹായ് പറഞ്ഞു. ഹായ്.